ചാനലിലേക്ക് സ്വാഗതം. ഒരുപാട് കാലമായി നമ്മളിപ്പോൾ വീഡിയോ ഇട്ടിട്ട്. അത് എൻ്റെ പഠന സംബന്ധമായ കുറച്ച് തിരക്കത് കൊണ്ടാണ് കേട്ടോ. ഇന്ന് നമുക്ക് ലീവാണ്. എന്തിനാണ് ഇന്ന് ലീവ് കിട്ടിയെന്ന് ആരെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ കാലത്ത് ഈയിടെ പുറത്തിറങ്ങിയ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് ഒരു ലീവ് കിട്ടിയാൽ എന്തിനാണ് ആ ലീവ് കിട്ടിയെന്ന് കുട്ടികൾ അറിയില്ല. അപ്പൊ നമുക്ക് ഇന്നത്തെ ലീവ് എന്തിനെ കുറിച്ചാണ് എന്നൊന്ന് അറിയാൻ ശ്രമിച്ചാലോ? ഇന്ന് അയ്യങ്കാളി ജയന്തി. മഹാത്മാ അയ്യങ്കാളി ഒരു കൂട്ടം അടിച്ചമർത്തപ്പെട്ട ജനതകളുടെ നായകനായിരുന്നു അയ്യങ്കാളി. അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങൾ ദളിതരുടെ ജീവിതം മാറ്റിമറിച്ചു. പുലയ രാജാവെന്ന് അദ്ദേഹം അറിയപ്പെട്ടു. തിരുവനന്തപുരത്തെ വെങ്ങന്നൂരിലാണ് അദ്ദേഹം ജനിച്ചത്. പുലയ ജാതിക്കാരനായ അയ്യന്റെയും മാളയുടെയും 8 മക്കളിൽ ഒന്നാമനായിരുന്നു അദ്ദേഹം. ജാതിയുടെ പേരിൽ വലിയ വിവേചനമായിരുന്നു ഇവർ നേരിട്ടത്. ഭൂമി സ്വന്തമാക്കാനോ എന്തിന് പ്രാർത്ഥിക്കാൻ ക്ഷേത്രത്തിൽ പോലും പോകുവാൻ ഇവർക്ക് അവകാശമുണ്ടായിരുന്നില്ല. ഇതൊക്കെ കണ്ട് കേരളത്തെ ഒരു ഭ്രാന്താലയമെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഈ കാലത്താണ്. പകൽ ജോലി ചെയ്തും അന്ത്യക്ക് തന്റെ കൂട്ടുകാരോടൊപ്പം ഈ അനീതിക്കും വേർതിരിവിനും എതിരായി നല്ല നാടൻ പാട്ടുകൾ പാടി അയ്യൻ പ്രതിഷേധിച്ചു. തുടർന്ന് അന്നത്തെ കീഴ്വഴക്കങ്ങളെയൊക്കെ ലംഘിച്ച് ഒരു കാളവണ്ടി വാങ്ങി റോഡിലൂടെ സഞ്ചരിച്ചു. അന്നത്തെ കാലത്ത് അത് ഒരു വിപ്ലവമായിരുന്നു. ഈ പ്രതിഷേധം എല്ലായിടത്തേക്കും പടർന്നു. അതിന്റെ ബലമാണ് ചാലിയാർ കലാപം. 1900 ഇവർക്ക് വഴിയിലൂടെ സഞ്ചരിക്കാൻ അവകാശം കിട്ടി. ശ്രീനാരായണ ഗുരുവിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും അദ്ദേഹം ഊർജം ഉൾക്കൊണ്ടു. തുടർന്നാണ് പ്രസിദ്ധ വൈക്കം ക്ഷേത്രത്തിലേക്ക് കയറാനുള്ള സമരം തുടങ്ങിയത്. കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി അദ്ദേഹം. പുലയ കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ സ്കൂളിലേക്ക് പ്രവേശനം നൽകാൻ അദ്ദേഹം ശ്രമിച്ചു. ഊരുട്ടമ്പലം എന്ന സ്ഥലത്ത് ഒരു സ്കൂൾ കെട്ടിടം കത്തിക്കുന്നത് വരെ ഇതെത്തി. എന്നിട്ടും അദ്ദേഹം നിർത്തിയില്ല. പരിശ്രമം തുടർന്നു. എന്തായാലും ആധുനിക കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണെന്നാണ് അയ്യങ്കാളിയെ ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. കേരള സ്പാർട്ടക്കസ് എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് അയ്യങ്കാളി ജയന്തി. ഖാദർ കമ്മിറ്റി പറഞ്ഞതുപോലെ ഓരോ കുട്ടികളും ഓരോ ദിവസം എന്തിനാണെന്നും ആരുടെയാണെന്നും ആ മഹാന്മാർ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നും അറിയാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. റിപ്പോർട്ടർ ഏബന.